നമ്മുടെ മേരിക്കുട്ടി ആന്റി ഒരു പാലക്കാട് സ്വദേശിയാണ്. ഹലോ മേരിക്കുട്ടി ആന്റി കേൾക്കാവോ? ഹലോ മേരിക്കുട്ടി ആന്റി കേൾക്കാവോ? കേൾക്കാം മോനെ, കേൾക്കാം. അപ്പൊ ഗൈസ് നമുക്ക് മേരിക്കുട്ടി ആന്റിയുടെ കംപ്ലൈന്റ് കേൾക്കാം. ഹലോ, നമസ്കാരം. എനിക്കൊരു മോളുണ്ട്. അവൾ ഭയങ്കര നാണക്കാരിയാ. വല്ലതും പുറത്ത് പോയി വല്ലതും മേടിക്കാനായിട്ട് പറയുമ്പോൾ അവൾ ഓരോ എക്സ്ക്യൂസും കൊണ്ട് അങ്ങ് ഇറങ്ങിക്കോളും. പിന്നെ വീട്ടിലാരെങ്കിലും വന്നാലോ അവൾ ഒറ്റ ഓട്ടോ ആ മുറിയിലേക്ക്, ആരോടും ഒരു അക്ഷരം മിണ്ടൂല. അടുത്തത് നേഹ, എൻ്റെ മൂത്ത മോള. അവള് വർത്താനം പറയാൻ തുടങ്ങിയ പിന്നെ ചറ പറന്നങ്ങ് തുടങ്ങും. മിനിഞ്ഞാന്നില്ലേ സാറ, എൻ്റെ ഫ്രണ്ടാണ്, അവൾ എൻ്റെ കൂടെ വർത്തമാനം പറയാനായിട്ട് വന്നപ്പോൾ അവൾ വന്ന് അവിടെ ഇരുന്നു. അവളാണെങ്കിൽ പിന്നെ സാറമ്മേനോട് എല്ലാം കഥ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഞാൻ പറയാത്ത കാര്യങ്ങൾ വരെ അവൾ പറഞ്ഞു. സാറമ്മ ആരാന്ന് അറിയാവോ? അവൾ മൊത്തം ന്യൂസ് ലോകക്കാരനോട് പറഞ്ഞു നടക്കും. എനിക്ക് തല മനുഷ്യന്റെ മുൻപിൽ പൊക്കി നടക്കാൻ ഒക്കില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ടി മേരിക്കുട്ടി ആന്റി എന്തുവാ സർപ്രൈസ് കൊണ്ടുവന്നേ? നമുക്ക് കാണാം. നേഹയുടെയും സ്നേഹയുടെയും ജീവിതം നമുക്ക് കാണാം. ഇതാരാ? ഇതെന്റെ ക്ലാസ്മേറ്റ് ദിയ. നിന്നെ കണ്ടിട്ട്. നീ എവിടെയായിരുന്നു? എനിക്ക് ഭയങ്കര കാര്യങ്ങളുണ്ട് നിന്നോട് പറയാനായിട്ട്. നീ എവിടെയായിരുന്നു ഇത്രയും നാളും? നിന്നെ ഒന്നും കണ്ടുപോലെ ഇല്ലല്ലോ. എടീ, നിനക്ക് ഒത്തിരി സ്റ്റോറി പറയാനുണ്ട്. പറയടി, നീ വല്ലതും പറ. വെള്ളം പറയാൻ ചാൻസ് ആടി. ഓ സോറി. നീ പറ. നമ്മളുടെ ഫ്രണ്ട് അല്ലേ സുഷ്മിത? സുഷ്മിത എനിക്ക് അറിയാം അവൾ ഓടിച്ചു പോകും. എന്തുവാ? അവളുടെ കല്യാണമായിരുന്നു. കല്യാണോ? നല്ല ചെറുക്കനാണോടി. ടു ബി കണ്ടിന്യൂഡ്. അതവളാണല്ലോ ദിയ. അവൾ എന്തൊരു ചോദ്യമാ, എനിക്കിഷ്ടല്ല അവള്. ഇവൾക്ക് എന്ത് പറ്റി? സ്നേഹേ, നമ്മൾ കൂടാം. ഇത് ശരിയല്ല. അയ്യോ, ആ പെണ്ണെ വിടുത്തതേ. എടി സ്നേഹ, നീ എവിടെയായിരുന്നു? എടി, നിന്നെ കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. വാ. മാഡം എങ്ങോട്ടാ? ചേട്ടാ, പാലക്കാട്. ഓ ശരി. പഴം വേണോ ചേട്ടാ? വേണ്ട ആന്റി, വേണ്ട. ആരാടാ നിന്റെ ആന്റി? നിനക്ക് ഞാൻ തരാടാ. എങ്ങോട്ടാ മാഡം? ചേട്ടാ, പാലക്കാട്. ഓക്കെ. വേണ്ട. വേണ്ട ചേച്ചി, കോവിഡ് അല്ലേ, മാസ്ക് ഇട. ചേട്ടാ, പാലക്കാട്. ഓ ഹായ്, എങ്ങോട്ടാ? ഹായ്, പാലക്കാട്. ഓക്കെ. ഇവിടെ ഭയങ്കര ചോദ്യം എല്ലാം ചോദിക്കായിരിക്കും. എനിക്ക് ഇതിന്റെ എല്ലാം ആൻസർ പറയാൻ വയ്യ. ആ കുന്തറാണ്ട എന്തിയേ? എവിടെ എന്റെ ഇയർഫോൺ? താണ്ട് കിടക്കുന്നു.
വെച്ചേക്കാം, അവള് സംസാരിക്കത്തില്ലല്ലോ. ഈ കടയിൽ പോയി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വാ. ഓ ശരി അമ്മേ. വെണ്ടയ്ക്ക 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 തക്കാളി 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 വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വെണ്ടയ്ക്ക. ഭയ്യ എത്രയായത്? 100 രൂപ. 100 രൂപയോ? എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ബിഗ് ബാസ്ക്കറ്റിലാണെങ്കിൽ ഇത്ര രൂപയുള്ളല്ലോ. ഇത്ര പിന്നെ എന്തിനാ കൂട്ടിത്തരുന്നേ? ഇല്ല ഇല്ല, 100 രൂപ കുറയ്ക്കണം. 100 രൂപ ഭയങ്കര കൂടുതലാ. കൂടുതൽ പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയാ കൊച്ചേ. ഈ വെണ്ടയ്ക്കൊക്കെ എത്ര രൂപയാന്ന് അറിയോ? എടി സ്നേഹേ, എന്തൊരു നല്ല സ്വപ്നമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പച്ചക്കറി മേടിക്കാൻ പോയി. എടി കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് വാടി. മമ്മി ഞാൻ പോകത്തില്ല. ചേച്ചിനോട് പറ പോയാൻ. ചേച്ചി വീട്ടിലില്ല. എവിടെ പോയി പെണ്ണ്? മമ്മി അവളോട് എവിടെ അവള് വീട്ടിലില്ലെന്ന്. എവിടെ പോയി അവള്? എടി പോടി. നല്ല സമയത്തിലാ പോയത്. I got the cash in the bag, stadium packed. Born a rock star in this life, gone live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, doing no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I just wanna stay bad, stay mad. Chip on my shoulder cause they treat me like an outcast. I ain't gonna take that, stay back. I'll be swinging hard till it hits. അയ്യോ കൊച്ചേ 200 ആയുള്ളൂ. എന്താ അങ്ങനെ ആയിക്കോട്ടെ. ഇനി അവള് മൊത്തം ലോകം കറങ്ങും. ഹലോ, ഇന്നെ സ്കൂളിൽ വന്നാൽ എന്ത് പറയാനായി? അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ടി വിയിൽ. എനിക്ക് നിങ്ങൾ ഒത്തിരി കാര്യം മോഹൻലാലിക്ക് എന്തോ തുറപ്പാടിയോ എന്ത് ദൈവമേ. എടി ആ ഫോൺ എടുക്കടി. ഇപ്പൊ ആ ഫോൺ കട്ടാവും. ഹലോ 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 ഹലോ, കേൾക്കുന്നില്ല. നെറ്റ്വർക്ക് ഇല്ല ഇവിടെ. ഹലോ എന്തുവാടി? ആരാടി? ആരാ മമ്മി? സ്പാമാ, കമ്പനിക്കാരാ. ഈ അമ്മയുടെ വിഷമം നിങ്ങൾ കണ്ടില്ലേ? ഈ അമ്മയുടെ സങ്കടം നിങ്ങൾ കണ്ടില്ലേ? ഇനി ഒരു പുതിയ എപ്പിസോഡുമായിട്ട്, ഒരു പുതിയ കംപ്ലൈന്റുമായിട്ട് നിങ്ങളുടെ തങ്കപ്പൻ വരുന്നതായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ജിമെയിൽ കുറുക്കുപൊട്ടിക്കു കംപ്ലൈന്റ് എടുക്കൂ @gmail.com നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലൈന്റ് അയക്കാം. അപ്പോഴത്തേക്ക് നന്ദി, നമസ്കാരം.